എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അകലാപ്പുഴയാണ്. കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ചീർപ്പിനും കണയങ്കോടിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കായലാണ് അകലാപ്പുഴ. കോരപ്പുഴയിൽ തുടങ്ങി പറശ്ശിനിക്കടവ് വഴി കർണാടകത്തിലേക്കാണ് ഈ കായൽ ഒഴുകുന്നത്. കോഴിക്കോട് വടകര റൂട്ടിൽ പയ്യോളിയിൽ നിന്നും പേരാമ്പ്ര റോഡിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താവുന്നതാണ്. ഉൾനാടൻ ഗ്രാമഭംഗി കാണാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് മികച്ച ഒരു ഓപ്ഷനാണ് അകലാപ്പുഴയിലേക്കുള്ള യാത്ര. കോഴിക്കോടിൻ്റെ കുട്ടനാടി എന്ന് അകലാപ്പുഴയെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. കാറ്റിലാടി നിൽക്കുന്ന തെങ്ങിൻ തലപ്പുകളും കണ്ടൽക്കാടുകളും കോൾ നിലവും ബണ്ടും പുഴയ്ക്ക് കുറുകെയുണ്ടാക്കിയ പാതയും തുരുത്തുകളുമെല്ലാം ഈ സാമ്യതയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. പുഴയെ ആശ്രയിച്ചാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം. അകലാപ്പുഴയ്ക്ക് ചുറ്റും മീൻ പിടിച്ചും കരിമീനും മറ്റും കൃഷി ചെയ്തും കക്കവാരിയും ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനായ പാമ്പൻ തുരുത്ത് അകലാപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തീവണ്ടി എന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഈ പാമ്പൻ തുരുത്തിലാണ്. കായലിന് നടുവിലായി 2 ഏക്കറോളം വരുന്ന ഒരു തെങ്ങിൻ തോപ്പാണ് പാമ്പൻ തുരുത്ത് എന്നറിയപ്പെടുന്നത്. പല നാട്ടിൽ നിന്നും വിരുന്നെത്തുന്ന ദേശാടന കിളികളുടെയും മറ്റു ധാരാളം ജീവികളുടെയും ഒരു കേന്ദ്രമാകുന്നു ഈ പ്രദേശം. അകലാപ്പുഴയിലൂടെ ഇപ്പോൾ സഞ്ചാരികൾക്ക് ശിക്കാര ബോട്ടിൽ ജലയാത്ര നടത്താവുന്നതാണ്. ചെറിയ മീറ്റിങ്ങുകൾ, ജന്മദിനാഘോഷങ്ങൾ, വിവാഹ വാർഷിക പരിപാടികൾ, വിവാഹ നിശ്ചയം, മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയെല്ലാം നടത്താനുള്ള സൗകര്യം ഈ ബോട്ടിലുണ്ട്. പുഴയോരത്തെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ജലയാത്ര നടത്താൻ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. പെഡൽ ബോട്ടുകൾ, റോയിങ് ബോട്ടുകൾ എന്നിവയും ഇവിടെ സഞ്ചാരികൾക്ക് ലഭ്യമാണ്. ഈ പരിപാടിയിലേക്ക് സഹർഷം നമ്മുടെ എല്ലാ സഹപ്രവർത്തകരെയും HM അതുപോലെ പ്രിയങ്കരനായ ആസിഫിനെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥി ഈ വർഷം സർവീസിൽ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ HM ആയിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നാസറും കരീം മാഷലാണ്, അബൂബക്കർ മാഷയായിരുന്നു. അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മളെ HMനോടുള്ള ബഹുമാനം പോലെ തന്നെയാണ് ഞാനൊക്കെ ഇരിക്കണം. അപ്പൊ അതൊന്ന് കാര്യമാക്കണ്ട നാസറെ. ഗുളിക കഴിച്ചിട്ടാണ് ഞാനൊക്കെ ദിവസം സ്കൂളിൽ വരുന്നത്. സഹപ്രവർത്തകരെ സത്യത്തില് എനിക്കറിയില്ല, മാഷ് പറഞ്ഞപ്പോ എന്റെ മനസ്സ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഒരാൾ നിർത്തിയാൽ തരാന്ന് പറഞ്ഞാൽ നിർത്തിച്ചു. അങ്ങനത്തെ ചില വാക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞ പോലെ അത് 10ന്റെ ബൈക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു നോട്ടുണ്ട്. നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇന്ത്യക്കാണ് തെറ്റ് നമ്പർ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതേപോലെ പറയാൻ പറ്റാത്ത 1-2 കാര്യങ്ങൾ ഇവിടെ പറയണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ UP-യിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം ഉപ്പാൻ്റെ കൂടെ ബസ്സിൽ കയറി മങ്കടൊക്കെ പോകും.
എൻ്റെ അമ്മാൻ്റെ വീട് മങ്കട്. അപ്പോൾ ആ ബസ്സിൽ നിലവിന്ന് ശരിക്കും ബഷീർ മാഷ് പറഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ്. റിട്ടയർമെൻറ്റ് ജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫിൽ നിന്ന് മരിച്ച പോലെ റിട്ടയർമെൻറ്റ് ആവരുത്, സർവീസിൽ നമ്മൾ മരിച്ചു പോകും, അങ്ങനെയാണ് അവൾ. പക്ഷെ അതൊന്നും ആയിട്ട് കാണണ്ട. നാസറിന്റെ മുന്നിൽ പുണ്യാകുർശി എന്ന് പറഞ്ഞ വിശാലമായ ലോകം, അവിടുത്തെ മഹൽ, അവിടുത്തെ കളറും ഇഷ്ടം പോലെ ഉണ്ട്. അവരവിടെ വിശാലമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ലോകമുണ്ട്. അതിനുള്ള ആരോഗ്യവും സന്തോഷവും മനസ്സും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ നാസറാക്കുണ കാണാൻ തുടങ്ങിയത് 5ാം ക്ലാസ്സിൽ നിന്നാണ്. LP-യിലായിരുന്ന സമയത്ത് പക്ഷെ പ്രായത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. 1ാം ക്ലാസ്സിൽ വരുമ്പോൾ ഏകദേശം 1995 സർവീസ്. നമ്മളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിലാണ്, അല്ലാതെ ബഹുമാനം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. എന്നാൽ ഞാൻ ആശ്രയം ഞങ്ങൾ കൃത്യമായിട്ട് വിളിക്കാം. അതിന് കാരണം എൻ്റെ ഉമ്മയും മൂത്തമ്മയൊക്കെ പറയുന്നത് നമ്മുടെ കുടുംബക്കാരനാണ്. ആ ഒരു കല്യാണത്തിന് പോവാത്ത മൂത്തമ്മയുടെ കല്യാണത്തിന് പോയിട്ടില്ല. അപ്പൊ ഞാൻ കൊറിയത്തിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വരില്ല, എൻ്റെ മകളുടെ കല്യാണത്തിന് വാങ്ങിക്കോളെ. ലൈറ്റിന്റെ പ്രശ്നം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നിച്ച് നിൽക്കണമെങ്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്നോരല്ലേ പൊന്നാരി വന്നോരല്ലേ, പൊന്നാരി വന്നോരല്ലേ. 18ാം വയസ്സിലെ വെള്ളില നാട്ടിൽ MAM UP-യിൽ ജോലിയിലായി. 37 വർഷം അത് തികച്ചിടലായി. 18ാം വയസ്സിലെ വെള്ളില നാട്ടിൽ MAM UP-യിൽ ജോലിയിലായി. 37 വർഷം അത് തികച്ചിടലായി. ഭാര്യയും 3 മക്കൾ തുണയായുണ്ട്. ആസുര ജീവിതത്തിൽ തണിയായുണ്ട്. ഭാര്യയും 3 മക്കൾ തുണയായുണ്ട്. ആസുര ജീവിതത്തിൽ തണിയായുണ്ട്. മധുവർണ പൂവല്ലേ കുഞ്ഞാക്കാക്കനെ പൂമോനല്ലേ. പൊന്നാങ്കൂറേശിയിൽ നിന്ന് പൊന്നായി വന്നോരല്ലേ, പൊന്നായി വന്നോരല്ലേ, പൊന്നായി വന്നോരല്ലേ, പൊന്നായി വന്നോരല്ലേ, പൊന്നായി വന്നോരല്ലേ. അകലാപ്പുഴയ്ക്കടുത്തുള്ള തുറയൂർ സംഘകാലഘട്ടത്തിലെ പ്രമുഖ തുറമുഖ പട്ടണമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് അകലാപ്പുഴ വഴി ജലഗതാഗതം നടന്നിരുന്നു. അകലമുള്ള പുഴ എന്നത് ലോപിച്ചാണ് അകലാപ്പുഴ എന്ന പേരുണ്ടായതെന്ന് വില്യം ലോഗൻ മലബാർ മാനുവലിൽ എഴുതിയിട്ടുണ്ട്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.